السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين، والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഈയൊരു പുണ്യപ്രദോഷത്തിൽ ഒരു ദീനീ വിഷയം നമ്മളെ ഒരുമിച്ചിരുത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇങ്ങനെ ഇവിടെ സംഗമിക്കാൻ നമ്മളോട് കനിഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലും സമ്മേളിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നാഥൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ വഴി മാറ്റുമാറാവട്ടെ. മാനസിക ശാരീരിക പ്രയാസങ്ങൾക്ക് ആശ്വാസം കനിയുമാറാവട്ടെ. ഈ ദീനിൽ അള്ളാഹു നമുക്കെല്ലാം ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കറാമത്തും മുഅ്ജിസത്തുമാണ് നമ്മുടെ വിഷയം. കറാമത്ത് ആദരവിനെയാണ് അറിയിക്കുന്നത്. ഇദാ അതാകും കരീമു ഖൗമിൻ ഫഅക്രിമൂഹു എന്നൊരു മൊഴിയുണ്ട്. ഒരു ജനവിഭാഗത്തിലെ ആദരണീയൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ജരീർ ഇബ്നു അബ്ദില്ല അൽ ബജലി ബുജൈല ഗോത്രത്തിൽ നിന്ന് മദീനയണഞ്ഞു. ബുജൈലയിൽ അംഗീകൃതനും ആദരണീയനും ബഹുമാന്യനുമായിരുന്നു ജരീർ ബിൻ അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്ന ആഗമനമായിരുന്നു അത്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം വരുമ്പോൾ സദസ്സിൽ അദ്ദേഹത്തിന് ഇടം പ്രത്യേകം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അദ്ദേഹം ആഗതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിരോവസ്ത്രം നിലത്ത് വിരിച്ച് അദ്ദേഹത്തെ അതിലേക്ക് ആനയിച്ചിരുത്തി എന്നതൊക്കെ ചരിത്രം. ഏറെ മഹത്വങ്ങളുള്ള ഒരു സഹാബിയാണ് ജരീർ അൽ ബജലി. അവിടെ വിഷയം ഫഅക്രിമൂഹു, നിങ്ങൾ അദ്ദേഹത്തെ ആദരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പനയാണ്. കറാമത്ത് ആദരവിനെ, ബഹുമാനത്തെ വിളിച്ചറിയിക്കുന്ന പദപ്രയോഗമാണ്.
മുഅ്ജിസത്ത്, അശക്തമാക്കുക, തോൽപ്പിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ആജസ എന്ന ക്രിയയിൽ നിന്നുള്ള ഇസ്മു ഫാഇൽ എന്ന് പറയും. അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. അജിസ് എന്നും ഇഅ്ജാസ് എന്നും ക്രിയാധാതുണ്ട്. നമ്മൾ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ദിലഇ ദൈനി വഖഹ്രി റിജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിനൊടുവിൽ നിത്യമാക്കിയിരുന്ന ദുആകളിൽപ്പെട്ടതാണത്. അതിൽ വിഷമം, ദുഃഖം, അതിൽ നിന്ന് രക്ഷ തേടുന്നു. അജിസിൽ നിന്നും കെസലിൽ നിന്നും, അജിസ് എന്ന് പറഞ്ഞാൽ അശക്തത, ദുർബലത, കെസൽ അലസത, അതിൽ നിന്ന് രക്ഷ തേടുന്നു. ഭീരുത്വത്തിൽ നിന്ന്, ലുബ്ധതയിൽ നിന്ന് രക്ഷ തേടുന്നു. കടബാധ്യതയിൽ നിന്നും അന്യരുടെ മേൽക്കോയ്മകളിൽ നിന്നും രക്ഷ തേടുന്നു. ഇവിടെ ഈ അജിസ് എന്ന പ്രയോഗം അജിസ് അർത്ഥമാക്കുന്നത് അശക്തത എന്നതാണ്. അജസ എന്ന ക്രിയയിൽ നിന്ന് ഇഅ്ജാസ് ആകുമ്പോൾ മറ്റുള്ളവരെ അശക്തമാക്കുക, തോൽപ്പിക്കുക എന്ന അർത്ഥത്തിൽ. മുഅ്ജിസത്ത് നബിമാരുടെ മുഅ്ജിസത്തുകളുടെ സ്വഭാവം, അതിൽ വെല്ലുവിളി ഉണ്ടാവും. പൊതുവെ ആ മുഅ്ജിസത്ത് അവതരിപ്പിച്ചിട്ട് അതുപോലത്തത് ചെയ്യാൻ വെല്ലുവിളി, ആർക്കും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ആ പേര് പിൽക്കാലത്ത് വന്നതാണ്, മുഅ്ജിസത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആയത്ത്, ബയ്യിനത്ത്, ബുർഹാൻ എന്നൊക്കെയാണ് നബിമാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അത്ഭുതങ്ങൾ, അമാനുഷിക അത്ഭുതങ്ങൾക്ക് പറയാം. ഇൻ കുൻത ജീത ബിആയത്തിൻ ഫഅതി ബിഹാ. ഫിർഔൻ പറയുന്നുണ്ട് മൂസയോട് അലൈഹിസ്സലാം, നീ വല്ല ഇൻ കുൻത ജീത ബിബയ്യിനത്തിൻ, വല്ല ബയ്യിനത്തും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫഅതി ബിഹാ, അത് അവതരിപ്പിക്കൂ, കൊണ്ടുവരൂ എന്ന് പറയണം. അപ്പോഴാണ് ഫഅൽഖ അസ ഫഇദാ ഹിയ സുഅബാനുൻ മുബീൻ, വടിയിട്ടു, അത് പാമ്പായി. വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ, കൈ പാർശ്വത്തിൽ വെച്ച് എടുത്തപ്പോൾ അത് ആളുകൾക്ക് പ്രകാശിക്കുന്ന രൂപത്തിൽ ദൃശ്യമായി എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കണം. അവിടെ ബയ്യിനത്ത് എന്നാണ്. അതേപോലെ ഫഅറാഹുൽ ആയത്തൽ കുബ്ര ദാനിക ബുർഹാനാനി. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങൾ, ഹദീസിലെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ഈ മുഅ്ജിസത്തുകൾക്ക് ആയത്തുകൾ, ബയ്യിനത്തുകൾ, അതേപോലെ ബുർഹാൻ, ബറാഹീൻ പ്രയോഗങ്ങളാണ്. പക്ഷെ പിൽക്കാലത്ത് മുഅ്ജിസത്ത് എന്ന് നബിമാരുടെ ഈ തെളിവുകൾക്ക് പറയപ്പെട്ടു. സ്വീകാര്യ യോഗ്യമായ പ്രയോഗമാണത്. അതുകൊണ്ടാണ് കറാമത്ത്, മുഅ്ജിസത്ത് എന്ന് നമ്മുടെ പേര് വന്നത്. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രയോഗമല്ല മുഅ്ജിസത്ത്. വിശുദ്ധ ഖുർആനിൽ ക്രിയ വന്നിട്ടുണ്ട്, ഫലൻ നുഅ്ജിസഹു ഹറബ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾക്ക് മുഅ്ജിസത്ത് എന്നുള്ള പ്രയോഗം വന്നിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല. അത് പിൽക്കാലത്ത് ശിഷ്യ മുഅ്തസിലിയ കക്ഷികളുടെ രചനകളിലാണിത് വന്നിട്ടുള്ളത്. ആ പ്രയോഗം ഏതായാലും നമ്മുടെ വിഷയം
കറാമത്ത്, മുഅ്ജിസത്ത് എന്നുള്ളത് അതർത്ഥമാക്കുന്നത് എന്ത് എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത്. അംറുൻ ഖാരിഖുൻ ലിൽ ആദ, സാധാരണ പതിവുകളിൽ നിന്ന് അതിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ യുജ്രിഹില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന പതിവുകൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഇതാണ് കറാമത്തിൻ്റെ നിർവചനത്തിൻ്റെ തുടക്കവും മുഅ്ജിസത്തിൻ്റെ നിർവചനത്തിൻ്റെ തുടക്കവും. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. കറാമത്തും മുഅ്ജിസത്തും അല്ലാതെ മറ്റൊരു കാര്യമുണ്ട്. അതിൻ്റെ തുടക്കം ഇത് തന്നെയാണ്. അംറുൻ ഖാരിഖുൻ ലിൽ ആദ, ആദത്തിന് ഖാരിഖായ വിരുദ്ധമായ ചില കാര്യങ്ങൾ, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. പക്ഷെ അത് മുഅ്ജിസത്തിൻ്റെ ലക്ഷ്യത്തിനുമല്ല, കറാമത്തിൻ്റെ ഉദ്ദേശത്തിനുമല്ല, അത് പരീക്ഷണാർത്ഥാണ്. പരാജയപ്പെടുത്താനാണ്. അതിന് പറയാ അൽ അഹ്വാലു ശൈത്താനിയ, പൈശാചിക അവസ്ഥകൾ എന്നാണ്. അൽ ഖവാരിഖ് അശൈത്താനിയ എന്നാണ്. അത് ഇവിടെ ഈ കറാമത്ത് മുഅ്ജിസത്തിനോടൊപ്പം അത് പ്രത്യേകം വായിക്കേണ്ട വിഷയമാണ്. കാരണം ഈ മൂന്നാമത് പറയപ്പെട്ടതാണ് ഇന്ന് കറാമത്തായിട്ട് പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ അത്ഭുത പ്രവൃത്തികൾ അള്ളാഹു ആരിലൂടെ നടപ്പിലാക്കുന്നു അവരെ ഔലിയാക്കളായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ദുസ്ഥിതി സമൂഹത്തിൽ അല്ലെങ്കിൽ സമുദായത്തിൽ ഉണ്ടായത്. ഞാൻ ആദ്യം പറഞ്ഞു, കറാമത്ത് അത് അംറുൻ ഖാരിഖുൻ ലിൽ ആദ, സാധാരണ പതിവിൽ നിന്ന് തെറ്റി പതിവിന് വിരുദ്ധമായി നടമാടുന്ന ചില കാര്യങ്ങളാണ്. അത് നടപ്പിലാക്കുന്നത് യുജ്രീഹി ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നടപ്പിലാക്കുക. ആരുടെ കയ്യാൽ? ആരിൽ? അലാ യദി വലിയിൻ, ഒരു വലിയിൻ്റെ കയ്യാൽ. അപ്പോൾ ഒരു വലിയിലൂടെ, വലിയിൻ്റെ കയ്യാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന അംറുൻ ഖാരിഖ് ലിൽ ആദ, ആദത്തിന്, നമ്മുടെ പതിവിന് ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിവുള്ള അനുഭവവേദ്യമായ അവരുടെ പരിചയത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന ചില കാര്യം. അപ്പം അതൊരു വലിയൻ്റെ കയ്യാൽ നടപ്പിലാക്കുമ്പോൾ അതിനെന്ത് പറയും? കറാമത്ത് എന്ന് പറയും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല സഫീന എന്ന മഹാൻ, സഫീനയുടെ യഥാർത്ഥ പേര് മെഹ്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ് സഫീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തെ ഏറെ ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി സുഫിയാൻ, ഹിന്ദ് ബിൻത് അബി സലമ. ഹിന്ദ് ബിൻത് അബി ഉമയ്യ അൽ മഖ്സൂമിയ റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് ബിൻത് അബി ഉമയ്യ അൽ മഖ്സൂമിയ, അവരുടെ മൗലയായിരുന്നു ഈ സഫീന.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സേവകൻ കൂടിയായിരുന്നു സഫീന. ഒരു യാത്രയിൽ അദ്ദേഹം ആളുകൾക്കൊക്കെ അവരുടെ യാത്രാ സാമഗ്രികൾ വഹിച്ചു കൊണ്ടുപോകാൻ പ്രയാസമായപ്പോൾ അദ്ദേഹം ഒരു തുണി വിരിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് എല്ലാവരുടെയും യാത്രാ സാമഗ്രികൾ വാങ്ങിയിട്ടിട്ട് അദ്ദേഹം അത് ഏറ്റി പോയി. അപ്പോൾ എല്ലാവരുടെയും ലോഡ് മുബര് വഹിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൻത സഫീന, നിങ്ങളൊരു സഫീനയാണെന്ന് പറഞ്ഞു. സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ. യാത്രാ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചരക്കുകൾ വഹിക്കുന്ന വാഹനം ഏതാ? സഫീനല്ലേ, കപ്പലല്ലേ. അപ്പോൾ തങ്ങൾ അൻത സഫീന എന്ന് പറഞ്ഞു. പിന്നെ അതുവരെ മെഹ്റാനായിരുന്ന ഈ വ്യക്തി പിന്നെ ഒരിക്കലും തന്നെ മെഹ്റാൻ എന്ന് വിളിക്കാൻ സമ്മതിച്ചിട്ടില്ല, മൂപ്പരായിട്ട് പറഞ്ഞിട്ടില്ല. പേരെന്താണെന്ന് വെച്ചാൽ സഫീന എന്നാണ് പറയാം. ചിലർ അദ്ദേഹത്തിൻ്റെ കൂടെ ദിവസങ്ങൾ പാർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരറിയാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം മെഹ്റാൻ ഒരിക്കലും പരിചയപ്പെടുത്തിയില്ല. റസൂലുള്ളാഹി സഫീന എന്ന് വിളിച്ച കാരണത്താൽ പിന്നെ അദ്ദേഹം സഫീന എന്നറിയപ്പെട്ടു. അലാക്കുല്ലി, നമ്മുടെ വിഷയം, ഒരിക്കലൊരു യുദ്ധയാത്രയിൽ സഫീന പങ്കാളിയായിരുന്നു പിൽക്കാലത്ത്, റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം പിൽക്കാലത്ത്. ആ യുദ്ധയാത്രയിൽ സൈന്യത്തിൽ നിന്ന് സഫീന ഒറ്റപ്പെടുകയും വന്യമൃഗങ്ങൾ പാർക്കുന്ന ഒരു മേട്ടിൽ സഫീന റളിയല്ലാഹു അൻഹു ഒറ്റപ്പെടുകയും ചെയ്തു. അവിടെ ഒറ്റപ്പെട്ടപ്പോൾ വന്യമൃഗങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഒരു സിംഹം ഈ മനുഷ്യൻ്റെ മണം പിടിച്ച് വന്ന് സഫീനയുടെ നേരെ കുതിച്ചു. അങ്ങനെ അദ്ദേഹത്തിലേക്ക് ചാടുമ്പോൾ സഫീന പറയുന്നുണ്ട്, അബൽ ഹാരിസ് അന മൗല റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അംരി മഅഹു കൈത വകൈത് എന്ന്. അറബികൾ സിംഹത്തിനെ അബുൽ ഹാരിസ് എന്നാണ് വിളിക്കുക. ഓരോ മൃഗങ്ങൾക്ക് ഓരോ വിളിപ്പേരാണ്. സിംഹത്തിന് അബുൽ ഹാരിസ് എന്ന് വിളിക്കും അറബികൾ. ആ വിളിയാണ് സഫീന തന്നെ ആക്രമിക്കാൻ ചാടിയ ആ സിംഹത്തോട് പറയുന്നത്. അബൽ ഹാരിസ് സിംഹത്തിനെ വിളിക്കാൻ എന്നിട്ട് പറയുന്നത്, അന മൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയാണ്. റസൂലുള്ളാഹിൻ്റെ ഭൃത്യനാണ്, സേവകനാണ്. കാന മിൻ അംരി മഅഹു കൈത വകൈത്, ഞാൻ റസൂലുള്ളാഹിക്ക് ഇന്ന സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് സഫീന പറയാം ഈ സിംഹത്തിനോട്. അപ്പം ഹദീസിൽ കാണാം, ഈ ചാടിയ സിംഹം അദ്ദേഹത്തിന് മേത്ത് പതിക്കാതെ അടുത്തു വീണു എന്നാണ്. മേത്ത് പതിക്കാതെ അടുത്തു വീണു. എന്നിട്ട് തല താഴ്ത്തി വാല് താഴ്ത്തി ഈ സിംഹം സഫീനയെ ഇങ്ങനെ തിരക്കാൻ തുടങ്ങിയതാണ്, അങ്ങനെ പെരക്കാൻ തുടങ്ങി. അങ്ങനെ സഫീനയെ തള്ളി തള്ളി അദ്ദേഹം വഴിതെറ്റിയതാണ്. വഴിയിലേക്കാക്കി മുസ്ലിം സൈന്യത്തെ കാണുന്നിടത്തേക്കാക്കിയിട്ട് ആ സിംഹം മടങ്ങാണ്. അപ്പം സഫീന പറയുകയാണ്, വകാന ലഹു ഹംഹമതുൻ, എന്നെ വഴിയിൽ ആക്കിയിട്ട് സിംഹം തിരിക്കുമ്പോൾ അതിനൊരു മുരൾച്ചയുണ്ടായിരുന്നു, ഒരു ശബ്ദം, ഒച്ച. കഅന്നഹു യുവദ്ദിഉനി, എന്നോട് യാത്ര പറയുന്നത് പോലെ സിംഹം ഒച്ച വെച്ച് മടങ്ങി എന്നാണ്. ഇവിടെ ഇത് കറാമത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരിക്കലും നമ്മളുടെ ഒന്നും അളവിൽ ഒരു സിംഹത്തിൻ്റെ വായിലകപ്പെട്ടാൽ ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളത് പതിവേ അല്ല. പക്ഷെ ആ പതിവിന് തെറ്റി ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല സഫീന സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് അംറുൻ ഖാരിഖുൻ ലിൽ ആദതി യുജ്രിഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കുന്നു. അലാ യദി വലിയിൻ, ഒരു വലിയിൻ്റെ കയ്യാൽ, അല്ലെങ്കിൽ അലാ യദി അബ്ദിൻ സാലിഹിൻ, ഒരു സാലിഹായ ദാസൻ്റെ കയ്യാൽ. ഇങ്ങനെയൊക്കെ നിർവചനത്തിൽ പ്രയോഗങ്ങളിൽ വ്യത്യാസം കാണാം. അപ്പം അതാണ് കറാമത്ത്. മുഅ്ജിസത്താകുമ്പോൾ ഇതേപോലെ തന്നെയാണ്. അംറുൻ ഖാരിഖുൻ ലിൽ ആദതി, പതിവിന് വിരുദ്ധമായ ചില കാര്യങ്ങളാണ്.
പക്ഷെ യുജ്രീഹില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. അലാ യദി നബിയ്യിൻ മിൻ അംബിയാഇഹി, അല്ലെങ്കിൽ അലൽ അംബിയാ വൽ മുർസലീൻ, നബിമാരിലൂടെ മുർസലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പ്രകടിപ്പിക്കുന്ന, നടപ്പിലാക്കുന്ന ആദത്തിൻ്റെ, പതിവുകൾക്ക് വ്യത്യസ്തമായ അല്ലെങ്കിൽ വിരുദ്ധമായ ചില കാര്യങ്ങൾ. അത് നമുക്കൊക്കെ അറിയുന്ന മസലയാണ്. രണ്ട് നിലക്കുണ്ട്. ആളുകൾക്ക് മർഇയത്ത് അല്ലെങ്കിൽ മഷ്ഹൂദത്ത്, കണ്ട് അറിഞ്ഞ് അനുഭവവേദ്യമാകുന്ന മുഅ്ജിസത്തുകൾ. ഇപ്പോൾ ഏതുപോലെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒട്ടകം അതെങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്? അത് പ്രത്യക്ഷപ്പെട്ടത് ഹാദിഹി ആയത്തുല്ലാഹി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ ഫദറൂഹാ തഅകുൽ ഫീ അർദില്ലാഹ് വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഅഖുദകും അദാബുൻ അലീം. അല്ലേ? ആളുകൾ ആവശ്യപ്പെട്ട്, ഞങ്ങൾക്ക് ദൃഷ്ടാന്തം വേണം, സാലിഹ് നിങ്ങളൊരു നബിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ. എന്നിട്ട് അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് വേണ്ടത് ദൃഷ്ടാന്തം ഒരു ഒട്ടകമാണ്. ആ ഒട്ടകം പൂർണ്ണ ഗർഭിണിയായിരിക്കണം, രോമാവൃതമായിരിക്കണം, ഇന്ന വർണ്ണത്തിലായിരിക്കണം, ഞങ്ങളുടെ കൺവട്ടത്തിലുള്ള ഈ മല പിളർന്ന് അതിനുള്ളിൽ നിന്നത് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിത് ചെയ്ത് ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടത്. അപ്പം അവരാവശ്യപ്പെട്ടതുപോലെ തന്നെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൃഷ്ടാന്തത്തിൽ നൽകി. അതാണ് വഇല സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ഹാദിഹി നാഖത്തുല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ നാഖത്ത്, ഒട്ടകം, ലക്കും നിങ്ങൾക്ക് ആയ, ദൃഷ്ടാന്തമായി. ഫദറൂഹാ ഫി അർദില്ലാഹ് തഅകുലു ഫി അർദില്ലാഹ്, നിങ്ങളതിനെ ദ്രോഹിക്കരുത്, വിട്ടേക്കണം, അത് അല്ലാഹുവിൻ്റെ മണ്ണിൽ തിന്ന് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്. അവിടെ ദൃഷ്ടാന്തം അല്ല, ആവശ്യപ്പെട്ടതനുസരിച്ച് കണ്ണിൽ തെളിയും വിധം മഷ്ഹൂദത്തായ ദൃശ്യമായ ആയത്ത്. അങ്ങനെ അല്ലാഹുവിൻ്റെ ആയത്തുകൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആസയാകട്ടെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ തുടങ്ങിയുള്ളതായ ആയത്തുകൾ, അതേപോലെ തന്നെ ലഖദ് ആതൈനാ മൂസ 9 ആയാത്തിൻ ബയ്യിനാത്ത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട 9 ദൃഷ്ടാന്തങ്ങൾ, അതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ ചില ആയത്തുകളുണ്ട്, അത് കാണുന്നതല്ല, പിന്നെ അറിയുന്നതും അങ്ങനെ ഗ്രഹിക്കാവുന്നതുമായ ആയത്തുകൾ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിലാഫത്തുൻ നുബുവത്തി 30 സന സുമ്മ യുഅ്തില്ലാഹു മുൽകഹു ലിമൻ യശാ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പറയാണ്, ഖിലാഫത്തുൻ നുബുവ, നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത്, അത് 30 വർഷമായിരിക്കും, 30 വർഷം. പിന്നെ രാജഭരണമായിരിക്കുമെന്ന് പറഞ്ഞു. സുമ്മ യുഅ്തില്ലാഹു മുൽകഹു ലിമൻ യശാ, 30 കഴിഞ്ഞാൽ പിന്നെ രാജഭരണം. അതാണ് പറഞ്ഞത് റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ്. അതേപോലെ സംഭവിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരുടെ ഖിലാഫത്ത് 30 വർഷം. ആ 30 വർഷത്തിന് കാലം തിരശീല വീഴ്ത്തിയപ്പോൾ പിന്നീട് ഭരണം വന്നത് രാജഭരണമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആദ്യത്തെ രാജാവ് വന്നു. പിന്നീട് മുലൂക്കിയത്ത്, രാജഭരണമായിരുന്നു. അതിനെ തുടർന്ന് ഉണ്ടായത് അമവികൾ, അബ്ബാസികൾ, ഇങ്ങനെ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ് പുലർന്നത്.
സ്വല്ലല്ലാഹു തങ്ങളിലൂടെ ഒരു മുഅ്ജിസത്താണ് ഇവിടെ പുലർന്നത്. അപ്പം മുഅ്ജിസത്തുകൾ ഇങ്ങനെ രണ്ട് നിലയ്ക്ക് ഉണ്ട്. രണ്ടായാലും അംറുൻ ഖാരിഖുൻ ലിൽ ആദതി യുജ്രീഹില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതെന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ നിർവചനം ഇതൊന്നും ആർക്കും നിഷേധിക്കാനാവാത്ത, തിരസ്കരിക്കാനാവാത്ത നിർവചനമാണ്. ഉലമാക്കൾ, പണ്ഡിത ലോകം ഇങ്ങനെയാണ് കറാമത്തിനെയും അതേപോലെ മുഅ്ജിസത്തിനെയും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് കറാമത്തും മുഅ്ജിസത്തും ഒക്കെ. മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, എന്താ? വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ ഔ യകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബിൻ വതുഫജ്ജിറൽ അർള ലനാ വതുഫജ്ജിറൽ അർള മിൻ ബൈനിഹാ നഹാറ ഔ തുസ്ഖിതസ് സമാഅ كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو أن ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. എന്താ ഈ ആയത്തിൽ പറയുന്നത്? ഈ ആയത്തിൽ മക്കക്കാർ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഖാലു ലൻ നുഅ്മിന ലക, മുഹമ്മദ് താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. മക്കക്കാർ, നിഷേധികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞങ്ങൾ വിശ്വസിക്കൂല. ഏതുവരെ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ, മക്കയിലെ മണ്ണ് പിളർത്തിയിട്ട് അരുവികളെ ഉണ്ടാക്കുന്നത് വരെ, ഒഴുക്കുന്നത് വരെ. മക്ക മണലാരണ്യം, പാറമലകൾ, അതിനെ പിളർത്തിയിട്ട് അരുവികളെ തീർക്കുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന മക്കാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതങ്ങൾ കാണിക്കണം, മുഅ്ജിസത്തിനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. എങ്ങനത്തെ മുഅ്ജിസത്ത്? ആയത്ത്, ദൃഷ്ടാന്തം, ഇങ്ങനത്തെ മണലിൽ നിന്ന് അരുവി, പാറയിൽ നിന്ന് അരുവിനെ ഒഴിക്കണം എന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ വിശ്വാസമല്ല. അല്ലെങ്കിൽ ഔ യകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ വഇനബ്, മുന്തിരിത്തോട്ടങ്ങൾ, ഈത്തപ്പനത്തോട്ടങ്ങൾ താങ്കൾക്ക് ഉണ്ടാകണം. എവിടെ? ഈ മണൽക്കാട്ടിൽ. വതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, വതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, എന്നിട്ട് ഈ മുന്തിരിത്തോട്ടങ്ങളുടെയും ഈത്തപ്പനത്തോട്ടങ്ങളുടെയും ഇടയിലൂടെ നദികളെ ഒഴിക്കണം. മക്കയിൽ മണൽക്കാട്ടിൽ, പാറയിൽ മുന്തിരിത്തോട്ടങ്ങളും ഈത്തപ്പനത്തോട്ടങ്ങളും ഉണ്ടാക്കിയിട്ട് അതിനിടയിലൂടെ നദികളെ ഒഴിക്കണമെന്നാണ്. തുഫജ്ജിറൽ അർള ഖിലാലഹ തഫ്ജീറ, ഈ തോട്ടങ്ങൾക്കിടയിലൂടെ നദികളെ ഒഴിക്കണം, എന്നെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ. ഇതാണ് മക്കക്കാർ പറഞ്ഞ റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആകാശത്തെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണാക്കിയിട്ട് വീഴ്ത്തണം. മാനം അതിനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഞങ്ങളുടെ മേൽ വീഴ്ത്തണം. മക്കയിലെ ബൗദ്ധവിശ്വാസികൾ റസൂലുള്ളാഹിനോട് പറയാം. ഔ തഅ്തിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അതുമല്ലെങ്കിൽ അള്ളാഹിനെ കൊണ്ടുവരണം, മലക്കുകളെ കൊണ്ടുവരണം. എന്തിന്? താങ്കൾക്ക് സഹായികളായിട്ട്, താങ്കളുടെ കൂടെ അള്ളാഹിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കാണിക്കണം, മലക്കുകളെ കൊണ്ടുവന്ന് കാണിക്കണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇതൊക്കെ ആയത്തുകൾ ചോദിക്കുകയാണ്. പിന്നെ ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫ്, താങ്കൾക്ക് വീടുണ്ടാകണം. എങ്ങനത്തെ വീട്? സുഖ്റുഫിൻ്റെ വീട്. സുഖ്റുഫിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ സ്വർണ്ണാങ്കിതമായ വീട്. സ്വർണം കൊണ്ട് താങ്കൾക്കൊരു വീടുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ സ്വർണത്തിൻ്റെ ഒരു വീട്. ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെടുകയാണ്. ആരും മുശ്രിക്കുക. ഔ തർക്കാ ഫിസ്സമാ, അല്ലെങ്കിൽ താങ്കൾ മാനം കയറണം.
നബ്സലാസ് മതം കൊണ്ട് പറയുന്നത് താങ്കൾ മാനം കയറണം. എന്നിട്ട് അവർ പറയാണ് വലന്നു മിനലി റുഖീഖ്, താങ്കൾ മാനം കയറി പോയാൽ തന്നെ കയറിയത് ഞങ്ങൾ അംഗീകരിക്കൂല, വിശ്വസിക്കൂല. ഹത്താ തുനസ്സില അലൈന കിതാബൻ നഖ്റഉഹു, ഞങ്ങൾക്ക് ഓതാൻ പറ്റിയൊരു കിതാബായിട്ട് താങ്കൾ ഇറങ്ങുന്നത് വരെ. മാനം കയറിയാൽ പോരെ, പിന്നെ എന്ത് ചെയ്യണം? അവിടുന്ന് ഒരു കിതാബ് ഞങ്ങൾക്ക് കൊണ്ടുവരണം, എന്നിട്ട് ഞങ്ങളത് ഇങ്ങനെ ഓതാൻ കഴിയണം, എന്നാ ഞങ്ങൾ വിശ്വസിക്കും. എത്ര കാര്യങ്ങൾ അവരാവശ്യപ്പെട്ടെന്ന് ആലോചിച്ചു. ഇതിനോട് എന്നാ ഞാൻ കൊണ്ടുവരാന്നാ, ഇതൊക്കെ ഞാൻ അവതരിപ്പിക്കാന്നാ? അല്ല. പിന്നെ കുൽ, പറയുക, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല എന്ന് പറയാൻ പറഞ്ഞത്. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധൻ, വിശുദ്ധൻ, അവൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ ഒരു മനുഷ്യനായ ദൂതൻ മാത്രമല്ലേ എന്നാണ് പറയാൻ പറഞ്ഞത്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്, എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയതാണ്, എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയതാണ്. ഞാനൊരു ബശറുൻ റസൂൽ. ഇതൊക്കെ മേലായ റബ്ബ് സുബ്ഹാന്റെ കഴിവ്, സുബ്ഹാന അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കഴിവിൽപ്പെട്ടതാണ്. അവൻ്റെ കാര്യം, അവൻ്റെ മഖാമിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സുബ്ഹാൻ അള്ളാഹ്, സുബ്ഹാന റബ്ബി എന്ന് തസ്ബീഹ് നിർവഹിക്കാൻ പറയണം, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആയത്തുകൾ അവതരിപ്പിക്കണില്ല. പിന്നെയോ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്തുകൾ ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്. ആരുടെ മഖാമ ഉയർന്നത്? അമ്പിയാവിൻ്റെ മഖാമാണ്, അതല്ല ഔലിയാവിൻ്റെ മഖാമാണ്. അമ്പിയാവിൻ്റെ മഖാമാണ് ഉയർന്നത്. നുബൂവത്താണ് ഏറ്റവും മേലെ. നുബൂവത്ത്, സിദ്ദീഖിയ്യത്ത്, ഷഹാദത്ത്, പിന്നെ സലാഹിയ്യത്ത്, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖുമാർ, പിന്നെ നബിമാർ. നബിമാരുടെ മഖാമാണ് ഉയർന്നത്, അല്ലാതെ ഔലിയാക്കളുടെ മഖാമല്ല. നബിമാർക്ക് പോലും ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അവർ കഴിവില്ലാത്തവരാണ് എങ്കിൽ, അവർക്ക് പരിമിതി ഉണ്ട് എങ്കിൽ, പിന്നെ നബിമാരല്ലാത്തവർ പലപ്പോഴും ആളുകൾ വിശ്വാസപരമായി ഇത്തരം വിഷയങ്ങളിൽ വ്യതിചലിക്കാൻ തന്നെ കാരണം ഇത്തരം അടിസ്ഥാനങ്ങളിൽ അപാകതകളാണ്. അനകുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് മുഹീദ്ദീൻ ശൈഖിനെ കൊണ്ടാണ് എന്ന് നമ്മളെ ആളുകൾ ചൊല്ലിപ്പഠിപ്പിച്ച്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയത്തിൽ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? മുഹീദ്ദീൻ ശൈഖ് പറയാണ്, ഞാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അന്നുണ്ടായിരുന്നു. ആര്? ഹിജ്റയുടെ 470 ജീവിച്ച് 500 മരണപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്ന മഹാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ജീവിച്ച കാലത്ത് അബുൽ ബഷറു സാനിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അബുൽ ബഷർ ഒന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടാമത്തെ അബുൽ ബഷർ ആണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അക്കാലത്ത് ഈ ജീലാനി ഉണ്ടായിരുന്നു. അന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ അത് മുഹീദ്ദീൻ ശൈഖിൻ്റെ കയ്യിലാണ് ചലിച്ചതെന്നാണ്. അപ്പം ആളുകൾ എന്താ മനസ്സിലാക്കുക അതിലൂടെ? ആ പ്രയോഗത്തിലൂടെ ആരെ വലുത് എന്നാ മനസ്സിലാക്കുക? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് പറയാണ്, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ മാലയിൽ പറയുന്നത് ഷെയ്ഖ് ജീലാനി രക്ഷപ്പെടുത്തി. ഏതായാലും ഈ മുഅ്ജിസത്തുകൾ
അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്നു നബിമാരുടെ കയ്യാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കക്കാർ പല കാര്യങ്ങളും ആവശ്യപ്പെടും. സഫാ മല സ്വർണ്ണമാക്കി തരാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. സഫാ മല സ്വർണ്ണമാക്കി തരാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് കേഴുകയാണ്, ഇവരുടെ ആവശ്യം എന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്വർണ്ണമല ആക്കി കൊടുക്കാം, പക്ഷെ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മുൻഗാമികളിലേക്ക് വരാത്ത ശിക്ഷ അവരെ ആസ്വദിപ്പിക്കും. പിന്നെ ഹവാരികളോട് മാഇദന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം മക്കക്കാരാരാന്നുള്ളത്. അവരാവശ്യപ്പെടുന്നത് അംഗീകരിക്കാനല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ്, അതിൽ പിന്മാറുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണ്ണമലാക്കിയിട്ട് അവതരിപ്പിക്കുകയല്ല ചെയ്തത്. കാരണം അതൊന്നും നബിമാരുടെ കഴിവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത വിഷയങ്ങളിൽ പെട്ടതാണ്. കറാമത്തും അപ്രകാരം യുജ്രീഹില്ല, അള്ളാഹു അത് നടപ്പിലാക്കും. ആർക്ക്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്. അതെന്തിന്? എന്തിന്? നുസ്റത്തല്ലഹു, അവർക്ക് സഹായമായി. അതുപോലെ തഈദല്ലിൽ ഹഖ്, സത്യത്തിന് താങ്ങായി. അള്ളാഹുവിൻ്റെ കറാമത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഔലിയാക്കൾക്ക് ഗുണപ്രദമായത് വന്നു കിട്ടും. അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ അവരെ തൊട്ട് ചെറുക്കപ്പെടും. ഉപദ്രവങ്ങൾ അവരെ തൊട്ട് ചെറുക്കപ്പെടും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സഫീനയുടെ വിഷയം, അവിടെ ഉപദ്രവം ചെറുക്കപ്പെടാനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ നഹാവന്തിൽ മുസ്ലിം സൈന്യം എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം സൈന്യത്തെ വിവരമറിയിച്ചൊരു വിഷയം, സാരിയ ഇബ്നു സനീം അല്ലെങ്കിൽ സുനൈം റളിയല്ലാഹു തആല അൻഹു കമാൻഡർ ഇൻ ചീഫായി നഹാവന്തിലേക്ക് പോയൊരു സൈന്യം. ഉമർ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ വെച്ച് യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞ് അറിയിപ്പ് നൽകിയ വിഷയം. അപ്പോൾ ഒളിപ്പോരാളികൾ ഉണ്ടായിരുന്നു. ആ ഒരു ഒളിപ്പോരാളികളുടെ വായയിലേക്കായിരുന്നു മുസ്ലിം സൈന്യം പോകുന്നത്. ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ സാരിയയും കൂട്ടരും വഴി മാറി അവർ രക്ഷപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കറാമത്ത്, ഒപ്പം സാരിയ റളിയല്ലാഹു അൻഹുവിനും കൂടെയുള്ളവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കറാമത്ത്, ആദരവ്. കറാമത്ത് അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവരെ തൊട്ട് ദ്രോഹം ചെറുക്കാൻ, അല്ലെങ്കിൽ അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സഹായിക്കാൻ. അസ്വദുൽ അനസി പ്രവാചകത്വം വാദിച്ചു, നുബുവത്ത് വാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ ഉടനെ യമനിൽ അസ്വദുൽ അനസിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ സ്വാധീനം അതിൽ മുഖ്യമായിരുന്നു. നജാഷി രാജാവിൻ്റെ പെങ്ങളോ ഭാര്യയോ ഒക്കെ അസ്വദുൽ അനസിയുമായി ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു അസ്വദുൽ അനസി, കള്ളപ്രവാചകൻ. ആളുകൾ
അസ്വദുൽ അനസിയെ വിശ്വസിച്ച് കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആളുകൾ അസ്വദുൽ അനസിയിൽ വലിയ സ്വാധീനമുള്ളവരായി ആൾക്കൂട്ടം കൂടുന്ന സമയത്താണ് അബൂ മുസ്ലിമുൽ ഖവലാനി റഹിമഹുല്ലാ അസ്വദുൽ അനസിയെ വെല്ലുവിളിക്കുന്നത്, കള്ളപ്രവാചകനാണെന്ന് പറയുന്നത്. അങ്ങനെ അസ്വദുൽ അനസി ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ജനസമക്ഷം അസ്വദുൽ അനസ് അബൂ മുസ്ലിമുൽ ഖവലാനിയെ തീയിലേക്ക് എറിയുന്നുണ്ട്. അബൂ മുസ്ലിമുൽ ഖവലാനി ആ തീയിലേക്ക് എറിയപ്പെട്ടിട്ടും തീയേൽക്കാതെ, കത്താതെ, കരിയാതെ സുരക്ഷിതമായി അതിന് രക്ഷപ്പെടുന്നുണ്ട്. അതോടുകൂടിയാണ് ആളുകൾ അസ്വദുൽ അനസി കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞ് അയാളെ തിരസ്കരിക്കുകയും വിശ്വാസത്തിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യുന്നത്. അബൂ മുസ്ലിമുൽ ഖവലാനി, അസ്വദുൽ അനസി കൊല്ലപ്പെട്ടു. ഫൈറൂസ് ദൈലമി റഹിമുള്ള അസ്വദുൽ അനസിയെ കൊന്നു. അതിനെ തുടർന്ന് അബൂ മുസ്ലിമുൽ ഖവലാനി മദീനയിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ മുസ്ലിമുൽ ഖവലാനിയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പോലെ തീകുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാൻ എന്ന് പറഞ്ഞ ആ ആശയത്തിലാണ് ഉമർ റളിയല്ലാഹു തആല അബൂ മുസ്ലിമുൽ ഖവലാനിയെ സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂ മുസ്ലിമുൽ ഖവലാനിയിലൂടെ അവതരിപ്പിച്ച ഈ കറാമത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയും ഒപ്പം സത്യത്തിനുള്ള താങ്ങ്, അതിൻ്റെ ഉദാഹരണമാണത്. ഏതായാലും കറാമത്ത് അത് അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രകടിപ്പിക്കുന്നത്, അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയയിലൂടെയാണ്. ആരാണ് ഈ ഔലിയ അല്ലെങ്കിൽ വലി? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. മറ്റൊരായത്തിൽ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, ഈമാൻ ഉൾക്കൊണ്ടവർ, വകാനു യത്തഖൂൻ, തഖ്വയുള്ളവർ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുന്നവർ, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക, കൽപ്പിച്ചത് ചെയ്യുക, അതാണ് തഖ്വ. ഫഅലുൽ മഅ്മൂറാത്ത് വതർക്കുൽ മൻഹിയാത്ത്, കൽപ്പനകളെ പ്രാവർത്തികമാക്കി വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കഴിയുന്ന അവസ്ഥ, അതാണ് തഖ്വ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഖൗഫില്ല, അവർ ദുഃഖിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ആരാ ഈ ഔലിയ? അവർ അള്ളാഹു നിർവചിക്കുകയാണ്. അല്ലദീന ആമനു, അവർ ഈമാൻ ഉൾക്കൊണ്ടവരാണ്. വകാനു യത്തഖൂൻ, അവർ തഖ്വ ഉള്ളവരുമാണ്, തഖ്വ സാക്ഷാത്കരിച്ചവർ എന്ന് പറയാണ്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിടെ ഉറപ്പിക്കുക, ഹസ്ർ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾ മാത്രമാകുന്നു. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾ, അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ശക്തിപ്പെടുത്താൻ, സഹായിക്കാൻ, അവരിലൂടെ ഹക്കിന് വിജയം ഉണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന കറാമത്ത്, അതും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആദരവാണ്. അല്ലാതെ ആരിലൂടെ കറാമത്ത് ദൃശ്യമാകുന്നു അവരുടെ സൃഷ്ടിപ്പോ അല്ലെങ്കിൽ അവരുടെ അവതരണമോ അല്ല. മുഅ്ജിസത്തിൽ
അത് മറച്ചു പിടിക്കാൻ പാടില്ല. മുഅ്ജിസത്ത് നബിമാർ, റസൂലുമാർ അത് ആളുകൾക്ക് പ്രകടിപ്പിക്കണം, കാണിക്കണം, അവതരിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നപ്പോൾ വുളു ചെയ്യാൻ വെള്ളമില്ല, പരീക്ഷണം നിറഞ്ഞൊരു സാഹചര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലുമ്മ ഇല തഹൂർ എന്ന് പറഞ്ഞു വിളിച്ചു. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള വെള്ളം, അതിലേക്ക് വരൂ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? അൽ ബറകതു മിനല്ലാഹ്, അല്ലെങ്കിൽ അൽ ബറകതു മിൻ ഇൻദില്ലാഹ്. ഇത് ബർക്കത്താണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞു. ശുദ്ധി വരുത്താൻ വെള്ളമുണ്ടായി, ആളുകൾക്ക് ദാഹം ശമിപ്പിക്കാൻ വെള്ളമുണ്ടായി. അള്ളാഹുവിൽ നിന്നുള്ള മുഅ്ജിസത്ത്, ആയത്ത്, അത് അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കല്ല, പിന്നെ ഇത് അള്ളാഹുവിൻ്റേത് എന്ന് പരിചയപ്പെടുത്തുക ചെയ്യുന്നത്. എങ്ങനെ? അന്ന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം കറാമത്തിൻ്റെ വിഷയത്തിൽ എന്നേക്കുമുള്ള ചരിത്ര മാതൃകയാണ്, ഏറ്റവും നല്ല മാതൃകയാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ അലൈഹിസ്സലാം മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മിഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം അവിടെ ഭക്ഷണമുണ്ട്. ഭക്ഷണം നൽകേണ്ട ആൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം വകഫലഹ സക്കരിയ, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഫാലത്ത് അത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. അപ്പോൾ സംരക്ഷണവും ഭക്ഷണമൊക്കെ നൽകേണ്ട ഉത്തരവാദിത്തം സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. അത് അന്വേഷിച്ച് അവിടേക്ക് ചെല്ലുമ്പോഴെല്ലാം അവിടെ ഭക്ഷണം. തഫ്സീറുകളിൽ കാണാം, ശൈത്യത്തിൽ വിളയേണ്ടത് ഉഷ്ണത്തിൽ ലഭ്യം, ഉഷ്ണത്തിൽ ലഭിക്കേണ്ടത് ശൈത്യത്തിൽ വിളയുന്നത്, അതും ഉഷ്ണമെന്നോ ശൈത്യമെന്നോ വ്യത്യാസമല്ലാതെ കായ്കനികൾ, ഫലങ്ങളൊക്കെയും മറിയമിൻ്റെ അടുക്കൽ റെഡിയാണ്. അപ്പം അന്ന ലക്കി ഹാദ, എവിടെ നിന്ന് ഇത് എന്ന് ചോദിക്കുമ്പോൾ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞ് ഇത് അള്ളാഹുവിൻ്റേത്, അള്ളാഹുവിൽ നിന്ന് എന്ന് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം ആ കറാമത്തിനെ പരിചയപ്പെടുത്തി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബറകതു മിൻ ഇൻദില്ലാഹ്, ബറക്കത്ത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ മുഅ്ജിസത്തിനെ, ആ ആയത്തിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ അതറിഞ്ഞവർ, അങ്ങനെ പരിചയപ്പെട്ടവർ അള്ളാഹുവിലേക്ക് ആശ്രിതരായി, അള്ളാഹുവിനെ അവലംബിച്ചു, അള്ളാഹുവിനോട് കേഴുന്ന, കരയുന്ന, തേടുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. അവിടെ വെച്ച് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു, എനിക്കൊരു സൽസന്തതിയെ കനിയണമേ എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കറാമത്ത് അത് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യർസുഖ് മൻ യശാ ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവനാണെന്നൊക്കെ കറാമത്ത് അറിഞ്ഞ് അനുഭവിച്ച മറിയം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞപ്പോൾ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടി ഒരു കുഞ്ഞിനെ നേടി. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുമ്പോൾ മലക്കുകൾ വിളിക്കുകയാണ്, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, യഹ്യ എന്ന കുഞ്ഞിനെ താങ്കൾക്ക് അള്ളാഹു കനിയുന്നു എന്ന സന്തോഷ വാർത്ത. നോക്കി നിങ്ങൾ, കറാമത്ത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റേത്, ആയത്ത് മുഅ്ജിസത്ത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റേത്. അങ്ങനെയാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, സച്ചരിതരായ നമ്മളുടെ മുൻഗാമികൾ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും വിഷയത്തിലൊക്കെയും ആളുകൾ അള്ളാഹുവിൻ്റെ വലിപ്പവും അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിലേക്കുള്ള ആവശ്യവുമാണ് അറിഞ്ഞതും അതിനനുസരിച്ചാണ് വർത്തിച്ചതും. പക്ഷേ ഇന്ന് കറാമത്തിൻ്റെ പേരിൽ ആളുകൾ വലിയ ആളുകളാകുകയാണ്.
ആളുകൾ വലിയവരാകുക. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് പിടുത്തം വിട്ട് ആരുടെ അടുക്കലാണോ കറാമത്ത് പറയപ്പെടുന്നത് അവരിലേക്ക് ആളുകൾ വരി നിൽക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവിടെ ചെന്ന് ചോദിക്കുന്നത്. അള്ളാഹുവെ പ്രതീക്ഷിക്കുന്നതിന് പകരം ഈ ക്ഷുദ്രന്മാരെയൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. കറാമത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസ്അല, ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന മഹൽ രചനയുടെ വിശദീകരണത്തിൽ ഷറഹുൽ അഖീദത്തി തഹാവിയയിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ മനസ്സ് വെക്കേണ്ട ഗൗരവം കാണേണ്ട ഒരു മസലയാണ് അത്. ഇന്നമൽ കറാമത്തു ലുസൂമുൽ ഇസ്തിഖാമ എന്ന പ്രയോഗമാണ്. ഇന്നമൽ കറാമ, കറാമത്ത് അത് ലുസൂമുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിനെ വിടാതെ കൂടലാണ് എന്നാണ്. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദീനിൽ, വിശ്വാസത്തിൽ, ആദർശത്തിൽ നേർജീവിതം തുടരലാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഈ ദീനിൽ നമ്മൾ നേർജീവിതം, മാർഗഭ്രംശമില്ലാതെ, വിശ്വാസ വ്യതിചലനമില്ലാതെ, അധാർമികതയില്ലാതെയുള്ള നേർജീവിതം. വസ്തഖിം കമ ഉമിർത് എന്ന് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്, കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്തഖിം എന്നാണ്, ദീനിൽ നേർജീവിതം നയിക്കുക. അതൊരാൾ ലുസൂം വിടാതെ കൂടുന്നുവെങ്കിൽ അത് മാത്രമാണ് കറാമത്ത്. അതാണ് പറയുന്നത് ഇന്നമൽ കറാമത്തു, കറാമത്ത് എന്ത് മാത്രമാണ്? ലുസൂമുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിനെ വിടാതെ കൂടൽ മാത്രമാണ്. ഒരാൾ നല്ല വിശ്വാസമുള്ളവനായി, നേർവിശ്വാസമുള്ളവനായി ദീനിൽ അടിയുറച്ച് നേർജീവിതം തുടരുന്നുവെങ്കിൽ അതാണ് കറാമത്ത്, അള്ളാഹു അരുളിയ കറാമത്ത്. അജല്ലുൽ കറാമത്ത്, അഅ്ളമുൽ കറാമത്ത്, ഏറ്റവും മഹനീയമായ മുന്തിയ കറാമത്ത് അതാണ്. ദീനിൽ വ്യതിചലിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാം. ആ കറാമത്തിന് പാത്രീഭൂതമായാൽ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്ന, അള്ളാഹു അല്ലാത്തവരോട് രക്ഷാതേട്ടം നടത്തുന്ന, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ബലി നൽകുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പൊരുത്തത്തിന് അറുക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എല്ലാം അള്ളാഹുവിനെ. പിന്നെ 5 വഖത്ത് നിസ്കാരം, അതിൽ കണിശത, കൃത്യത, ജമാഅത്തായിട്ട് നിസ്കരിക്കൽ, ഇതൊക്കെ അയാളുടെ ജീവിത രീതിയായിരിക്കും. കാരണം അയാൾ അള്ളാഹുവിൻ്റെ കറാമത്ത് നേടിയ വലിയാണ്. സാമ്പത്തികമായി, വിശുദ്ധി, കുടുംബപരമായി മാന്യത, വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം, അതായിരിക്കും അയാളുടെ പ്രത്യേകത. അത് ഒരാൾക്കുണ്ട് എങ്കിൽ അയാളാണ് കറാമത്ത് ലഭിച്ച വലിയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു വിഷയമാണ്. ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത്, അള്ളാഹുവിൽ വിശ്വസിച്ചവരും തഖ്വയുള്ളവരായി ജീവിതം നയിക്കുന്നവരുമാണ് ഔലിയാക്കൾ. അവർക്ക് അള്ളാഹു നൽകിയ കറാമത്ത്, അവർക്കാണ് അള്ളാഹു കറാമത്ത് നൽകുക. കറാമത്ത് അത് ലുസൂമുൽ ഇസ്തിഖാമത്താണ്, അത് മാത്രമാണ് എന്ന രീതിയിലാണ് മഹാനവറുകളുടെ അവതരണം. പല പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ നിഷിദ്ധങ്ങളിൽ ആളാവൂല, അരുതാത്തത് ചെയ്യൂല,
വാക്കുകൾ, പ്രവൃത്തികൾ, അതിൽ തിന്മകൾ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഈ കറാമത്ത് ലഭിച്ചവരുടെ പ്രത്യേകത എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കറാമത്തിൽ അത് സാലിഹായവർക്കാണ്, വലിയനാണെന്ന് പറഞ്ഞു. പക്ഷേ സാലിഹല്ലാതെ നടക്കുന്ന മനുഷ്യന്മാർ അവർ വലിയാണെന്ന് വിധിക്കപ്പെടുന്നു, അവർക്ക് കറാമത്തുണ്ട് എന്ന് ജൽപ്പിക്കപ്പെടുന്നു. ചില അത്ഭുത പ്രവൃത്തികൾ അവരിൽ ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് ചേർക്കപ്പെടുന്നു. ഈ അൽ അഹ്വാലു ഷൈത്താനിയ എന്ന് പറയും, ശൈത്താനികമായ അവസ്ഥകൾ അത് ചിലരിലുണ്ടാവും. അതിൻ്റെ ആളുകൾക്ക് നിസ്കാരം ഉണ്ടാവില്ല, ജുമുഅ ജമാഅത്തുകൾ ഉണ്ടാവില്ല, ഔറത്ത് മറക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ എന്തും തിന്നും കുടിച്ചും ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത്തരം ആളുകളിലും ക്ഷുദ്രന്മാരിലും ചില അത്ഭുത പ്രവൃത്തികൾ കാണപ്പെടും, നടപ്പിലാക്കപ്പെടും. ഏറ്റവും വലിയ ക്ഷുദ്രൻ, കള്ളൻ, വ്യാജൻ അന്ത്യനാളിനോടടുത്ത് വരും ദജ്ജാൽ. വലിയ അത്ഭുതങ്ങളായിരിക്കും ദജ്ജാൽ പ്രകടിപ്പിക്കുക, വലിയ അത്ഭുതങ്ങൾ. ഒരു ഹദീസിൽ മഅഹു ജന്നത്തുൻ വ മഅഹു നാറുൻ എന്നാണ്. അവൻ്റെ കൂടെ ജന്നത്ത് ഉണ്ടാകും, അവൻ്റെ കൂടെ നാറുണ്ടാകും എന്നാണ്. സ്വർഗവും നരകവും ഉണ്ടാവും എന്നാണ്. പക്ഷെ അവൻ്റെ ജന്നത്ത് നാറായിരിക്കും, അവൻ്റെ നാറ് ജന്നത്തായിരിക്കും എന്ന് തിരുത്ത് വന്നു. പിന്നെ അത് അനുബന്ധം വന്നു. ജന്നത്തേറ്റി വരിക, നാറേറ്റി വരിക എന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. എത്ര വലിയ അത്ഭുതം! അതിങ്ങനെ അന്തരീക്ഷത്തിൽ കൈവീശിയിട്ട് ഭസ്മെടുക്കണ മാതിരി ചെറിയ മസാല, വലിയ മസാല. പക്ഷേ അങ്ങനത്തെ അത്ഭുതങ്ങൾ വരെ ഇവിടെ വരും എന്നുള്ളതാണ്. കുനൂസ്, ഈ നിധികൾ പിന്നാലെ വരുന്ന രീതിയിൽ ദജ്ജാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകളെ വെട്ടി രണ്ടാക്കി പിളർത്ത് ദൃഷ്ടിയെത്തുന്ന ദൂരത്തേക്ക് അടർത്തി എറിയും. എന്നിട്ട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ ജീവൻ വന്ന് എഴുന്നേറ്റ് വരുന്ന പരീക്ഷണം. അതും പിന്നെ ഈ അമ്രുൽ ഖാരിഖുൽ ആദ, സാധാരണ ആളുകൾ ശീലിച്ച പതിവാക്കിയ സമ്പ്രദായങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രകടമാകുന്ന വിഷയങ്ങളാണ്. അങ്ങനത്തെ വിഷയങ്ങൾ വരും. പക്ഷേ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി സിഹിറിനെയും മാരണത്തെയും അതേപോലെ കറാമത്തിനെയും വേർതിരിക്കുന്ന മസാല പറയുമ്പോൾ പറയുന്നുണ്ട്, സാലിഹാണോ കറാമത്താണ്? സാലിഹല്ലേ, സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനല്ലേ. നല്ല മനുഷ്യൻ തീരുമാനിക്കൽ എങ്ങനെ? നല്ല മനുഷ്യനാണെങ്കിൽ നിസ്കരിച്ചാൽ ജുമാക്കും ജമാഅത്തിനൊക്കെ വരും. നല്ലവനല്ലെങ്കിൽ തെണ്ടി അങ്ങാടി കൂടി നടക്കും. നല്ലവനാണെങ്കിൽ നാണം മറക്കും, നല്ലവനല്ലെങ്കിൽ നാണം മറക്കൂല. നല്ലവനാണെങ്കിൽ ഹലാൽ ഹറാം അതിലൊക്കെ സൂക്ഷ്മത ഉണ്ടാകും. അതില്ലാത്തവന് ആരാൻ്റെതൊക്കെ തട്ടി തിന്ന് അങ്ങനെ നടക്കുന്ന അവസ്ഥയായിരിക്കും. അങ്ങനത്തെ ക്ഷുദ്രന്മാരുടെ കയ്യാലാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ ഉള്ളത് എങ്കിൽ അത് ക്ഷുദ്രാണ്. അതാണ് അൽ അഹ്വാലു ഷൈത്താനിയ. എൻ്റെ കുറേ ഉദാഹരണങ്ങളൊക്കെ കാണാൻ സാധിക്കും, ചരിത്രത്തിൽ പല വിഷയങ്ങളും കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് ഈ അൽ അഹ്വാലു ഷൈത്താനിയ, പൈശാചിക അവസ്ഥകളെ കറാമത്തുകളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. കറാമത്തുകൾ ഉണ്ടെങ്കിൽ തന്നെയും ചിലത് പ്രകടമാകും, പ്രകടമാകാത്തത് പ്രകടിപ്പിക്കാൻ പാടില്ല. മുഅ്ജിസത്തുകളെ പോലെയല്ല. മുഅ്ജിസത്ത് ആളുകൾ കാണിച്ചു കൊടുക്കണം, കാരണം അത് നബിയാണ് എന്നുള്ളതിന് പ്രൂഫാണ്. ഒരാൾ നബിയാണ്, ഞാൻ നബിയാണ് എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് മുഅ്ജിസത്ത്. അത് കാണിക്കണം.
കറാമത്ത് ദൃശ്യമായില്ല എങ്കിൽ അത് കാണിക്കാൻ പാടില്ല, അത് മറച്ചു പിടിക്കണം. പക്ഷേ ഈ ക്ഷുദ്രന്മാർ കറാമത്താണെന്ന് പറഞ്ഞ് മറച്ചു പിടിക്കുന്ന അവസ്ഥ അല്ലല്ലോ, ക്ഷുദ്രന്മാരല്ല ഇതിലേക്ക് ആളുകളെ വിളിക്കുന്ന അവസ്ഥ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത്തരക്കാരുടെ വിഷയത്തിലാണ് പറഞ്ഞത്, ഇദാ റഅയ്ത അർ-റജുല യംശി ഫൗഖൽ മാ ഔ യജ്രി ഫിൽ ഹവാ ഫലാ തഖ്തറന്ന ബിഹി എന്നാണ്. ഒരു മനുഷ്യൻ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടു, വെള്ളത്തിനുപരിയിൽ നടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടു, യതീറു ഫിൽ ഹവ പറക്കുന്നത് കണ്ടാൽ അവനിൽ വഞ്ചിതനാകാൻ പാടുള്ളതല്ല. പിന്നെ ഹത്താ തഅരിദ അംറഹു അലൽ കിതാബി വസുന്ന, ആ വായുവിൽ പറക്കുന്നവൻ, വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നവൻ, അവൻ്റെ വിഷയം കിതാബും സുന്നത്തും അതിനോട് തട്ടിച്ചു നോക്കണം. ഇവൻ ഇസ്ലാമുണ്ടോ, ഈമാനുണ്ടോ, ഇവൻ ഭക്തനാണോ അല്ലേ എന്നുള്ളത് തട്ടിച്ചു നോക്കണം. എന്നിട്ട് കിതാബും സുന്നത്തും ഭക്തിയും തഖ്വയൊക്കെ ഉള്ളവനാണ് എങ്കിൽ അപ്പോഴാണ് കറാമത്ത്. അതില്ല എങ്കിൽ കള്ളനാണ്, വ്യാജനാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉറുക്ക് കെട്ടുക, ഏലസ് കെട്ടുക, മന്ത്രിച്ചൂതുക, നൂലുകളിൽ കെട്ടുണ്ടാക്കി അതിൽ മന്ത്രിച്ചൂതുക, ഇങ്ങനത്തെ ക്ഷുദ്രവേലകൾ നടത്തുന്ന ആളുകൾ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ക്ഷുദ്രന്മാരുടെ കുറേ അനിസ്ലാമികത വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം ആളുകളാണ് അത്ഭുത പ്രവൃത്തികൾ കാണുന്നത് എങ്കിൽ അതല്ല അഹ്വാലു ശൈത്താനിയ, പൈശാചികാവസ്ഥകളാണ്, അതൊരിക്കലും കറാമത്തല്ല. കറാമത്ത് എന്ന് വിധിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ആ ആള് വലിയായിരിക്കണം. വലിയ ആരാന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാൻ സാക്ഷാത്കരിച്ചവർ, തഖ്വയുള്ള ജീവിതം നയിക്കുന്നവർ. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ മാത്രമാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തും പേർത്തും പറഞ്ഞ ഒരു മസ്അലയാണ്. അത് ഏറ്റവും വലിയ കറാമത്ത്. അതൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓർക്കേണ്ട, ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ലുസൂമുൽ ഇസ്തിഖാമ. അത് റൂഹിന് മലക്കൽ മൗത്തിനെ തിരിച്ചേൽപ്പിക്കുന്നത് പറയും. അബ്ബാദ് ബിൻ ബിശ്റും അമ്മാർ ബിൻ യാസിറും രണ്ടുപേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഗസ്വത്ത് ദാത്തുർ റിഖ യുദ്ധത്തിൽ പോയി പങ്കെടുത്ത് മടങ്ങി വന്ന ആ ചരിത്രം വായിക്കുമ്പോൾ ഇതിൽ പിന്നെ അബ്ബാദ് ബിൻ ബിശ്ർ അൻസാരിയാണ്, അമ്മാർ ബിൻ യാസിർ മുഹാജിറാണ്. അബ്ബാദ് ബിൻ ബിശ്ർ ഇബ്നു വഖഷ് അൽ അശ്ഹലി എന്ന് പറയും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, അൻസാരികളിൽ 3 പേർ അവരോട് കടയൊക്കുന്ന ആരുമില്ല. ഒന്ന് സഅദ് ബിൻ മുആദ്, മറ്റൊന്ന് ഉസൈദ് ബിൻ ഹുദൈർ, പിന്നൊന്ന് അബ്ബാദ് ബിൻ ബിശ്ർ അൽ അശ്ഹലി, ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രക്കാർ അൻസാരികളിൽ. ഈ ഉസൈദ് ബിൻ ഹുദൈറും അബ്ബാദ് ബിൻ ബിശ്റും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രി മസ്ജിദിൽ കുറേ നേരം ചെലവഴിച്ച് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഇരുട്ടാണ്, ഇരുട്ടുമുറ്റിയ മദീനയുടെ സാഹചര്യം. അപ്പോൾ അവരെ 2 പേരെയും അവരുടെ വീടുകളിലേക്ക് നയിച്ചത് ഒരു പ്രകാശമായിരുന്നു എന്നാണ്. അത് കറാമത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണ്, ഉദാഹരണമാണ്. ആ ഇരുട്ടിൽ അവർക്ക് നടക്കാൻ ഒരു പ്രകാശം അവരെ നയിച്ചു എന്നാണ്. എന്നിട്ട് അവർ വഴി പിരിഞ്ഞു, 2 വീടുകളിലേക്ക്. അപ്പോൾ ആ പ്രകാശം 2 പേർക്കും ഭാഗികമായിട്ട് വെളിച്ചം നൽകി എന്നുള്ളത് ചരിത്രത്തിൽ വായിക്കും, സഹീഹായ ഹദീസിൽ വായിക്കും. അബ്ബാദ് ബിൻ ബിശ്ർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാണ് വീട്ടിൽ. അപ്പം മസ്ജിദിൽ നിന്ന് സുന്ദരമായൊരു ഓത്ത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ആരാ മസ്ജിദിൽ നിന്ന് ഇങ്ങനെ ഓതണ ഈ നേരത്തെ, തഹജ്ജുദിൻ്റെ നേരത്തെ?
അപ്പോൾ റസൂലുള്ള പറയാണ് അത് അബ്ബാദ് ബിൻ ബിഷറാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു എന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതാണ് ഈ അബ്ബാദ് ബിൻ ബിഷർ റളിയല്ലാഹു തആല അൻഹു, കറാമത്തുള്ള ഒരു മഹാ വ്യക്തിത്വം. ഏതായാലും ഇദ്ദേഹവും അമ്മാർ ബിൻ യാസിറും, അമ്മാർ ബിൻ യാസിർ, സുമയ്യ ബിന്ത് ഖബ്ബാത്ത് യാസിർ എന്നിവരുടെ മകൻ അമ്മാർ. അൽ ജന്നത്തു തഷ്താഖു ഇലാ സലാസത്തിൻ, മൂന്നാളുകളെ സ്വർഗം കൊതിക്കുന്നു എന്നാണ്. സ്വർഗം കൊതിക്കുന്നു മൂന്നാളുകൾ. അതിലൊന്നാണ് ആര്? അമ്മാർ, അലി, ബിലാൽ. അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാറും അബ്ബാദും ദാത്തുർ റിഖാഇ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മടങ്ങുന്നപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബികൾ പറയുന്നുണ്ട്, റസൂലേ നമുക്കൊന്ന് വിശ്രമിക്കാം എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ക്ഷീണത്തിലായപ്പോൾ എന്നാൽ വിശ്രമിക്കാം എന്ന് പറഞ്ഞു ഒരു മലഞ്ചെരുവിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. വഴിയിൽ നിന്ന് തെറ്റി മലഞ്ചെരുവിലേക്ക്, ഒരു ഷാബിലൂടെ, ഷാബ് എന്ന് പറഞ്ഞാൽ പിന്നെ മലഞ്ചെരുവിലുള്ള വഴിയിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലഞ്ചെരുവിൽ നിന്ന് വഴിയിലേക്കുള്ള ആ ഭാഗത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മൈ യക്ലഉന ഹാദിഹി ലൈല, ഈ രാത്രി ആരാണ് കാവൽ നിൽക്കാൻ ചോദിക്കുന്നത്. കാവൽ നിൽക്കുക, കാരണം ശത്രുവിൻ്റെ നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ കാവലില്ല എങ്കിൽ ശത്രുവിൻ്റെ ആക്രമണം രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ വരുമ്പോൾ ആ വിഷയത്തിൽ അപ്പോൾ ആര് കാവൽ നിൽക്കുന്നു ചോദിക്കുമ്പോൾ അബ്ബാദും അമ്മാറും അവർ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ കാവൽ നിൽക്കാമെന്ന് പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലഞ്ചെരുവിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ വിശ്രമിച്ചു, സഹാബികളെയും കൊണ്ട് വിശ്രമിച്ചു. ഈ മലയുടെ പിന്നെ വായ്മുഖത്ത്, ഈ ഷാബിൻ്റെ തുടക്കത്തിൽ വഴിയുടെ ഭാഗത്ത് ഇവർ രണ്ടാളും കാവൽ നിന്നു, ഉറങ്ങാതെ കാവൽ നിൽക്കണം. അപ്പം അൻസാരി പിന്നെ മുഹാജിറിനോട് പറയണം, അമ്മാറിനോട് പറയണം, അബ്ബാദ് പിന്നെ നിങ്ങൾ രാത്രിയുടെ ആ തുടക്കത്തിൽ വിശ്രമിക്കണോ അതല്ല ഞാൻ വിശ്രമിക്കണം. അപ്പോൾ ഒരാൾക്ക് അവിടെ ഉറങ്ങാം, മറ്റേയാൾക്ക് കാവൽ നിൽക്കാം, ഉണർന്നിരിക്കാം, അതിന് വേണ്ടിയാണ്. അപ്പം അമ്മാർ പറഞ്ഞു ഞാൻ ഉറങ്ങാം, നിങ്ങൾ പിന്നെ ഉണർന്നിരുന്നോ എന്ന് പറഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു കിടന്നു. ഈ അബ്ബാദ് എന്നവർ നിസ്കരിക്കാൻ നിന്നു. അപ്പോഴാണ് റസൂലിൻ്റെ പ്രതീക്ഷിച്ച പോലെ തന്നെ ശത്രുക്കളുടെ നാട്ടിൽ നിന്ന് ഒരാൾ പിന്തുടരുന്നത്. ശത്രുവിൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ പിന്തുടരുന്നുണ്ട്. അപ്പോൾ പിന്തുടരുമ്പോൾ പിന്നെ അയാൾ വഴിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരാൾ പിന്നെ ഈ മലയുടെ വായ്മുഖത്ത് നിൽക്കുന്നുണ്ട്. അത് അബ്ബാദ് ബിൻ ബിഷറായിരുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അമ്മാറിനെ കിടത്തിയിട്ട് പിന്നെ അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ശത്രു അബ്ബാദിനെ കണ്ടപ്പോൾ മനസ്സിലായി റബീഅത്തുൽ ഖൗമാണ്. റബീഅത്തുൽ ഖൗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈന്യം ഇവിടെ വിശ്രമിക്കുന്നുണ്ട്, അവർക്കുള്ള കാവൽക്കാരനാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അയാൾ ആ ശത്രു അവിടുന്ന് അമ്പയ്യാണ്. ആരെ? അബ്ബാദിനെ അമ്പയ്യാണ്. അപ്പം അമ്പെയ്ത് അത് അബ്ബാദിൻ്റെ കാലിൽ തറച്ചു. അപ്പം നിസ്കരിക്കണം അബ്ബാദ് ആ അമ്പ് ഊരി നിലത്ത് വെച്ചിട്ട് പിന്നെ നിസ്കാരം തുടർത്തി. അപ്പം രണ്ടാമത്തെ അമ്പെയ്ത് അതും തറച്ചു, അതും ഊരി വെച്ച് നിസ്കാരം തുടർത്തി. അമ്പ് മുള്ളല്ല, അമ്പ് തറഞ്ഞതാണ് ഊരി വെക്കുന്നത്. മൂന്നാമതൊരു അമ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് അബ്ബാദ് രക്തത്തിൽ കുളിച്ചിട്ടുണ്ട്. അതും ഊരി വെച്ച് അദ്ദേഹം വേഗം ചെയ്തു നിസ്കാരം പൂർത്തീകരിച്ചു. നിസ്കാരം സുജൂദ് ചെയ്ത് നിസ്കാരം പൂർത്തീകരിച്ചിട്ട് പിന്നെ അമ്മാറിനെ വിളിച്ച്. അപ്പോൾ കിടക്കണ അമ്മാർ എഴുന്നേറ്റപ്പോൾ ശത്രുവിന് മനസ്സിലായി ഒരാളല്ല, ആദ്യം ഒരാൾ വിചാരിച്ചിട്ടാണ് അമ്പെയ്ത് വീഴ്ത്തിയിട്ട് ഇങ്ങോട്ട് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരാളല്ല, വേറെ ആളുണ്ട് എന്ന് മനസ്സിലായി. അമ്മാർ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ശത്രു ഓടി. അപ്പം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അബ്ബാദിനെയാണ് അമ്മാർ റളിയല്ലാഹു അൻഹു കാണുന്നത്. അമ്മാർ പറയാണ്, അങ്ങേക്ക് ആദ്യത്തെ അവസരത്തിൽ തന്നെ അമ്പേറ്റപ്പോൾ തന്നെ എന്നെ ഉണർത്തിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കണം. എന്നെ ഉണർത്തിക്കൂടായിരുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഉണർത്തിയില്ല എന്ന് പറയണം. അപ്പം അബ്ബാദ് പറയാണ്, കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹ, ഞാനൊരു സൂറത്ത് ഓതുകയായിരുന്നു. ഫലം ഒരിത ഉംഫിദഹ എന്നാണ്, അല്ലെങ്കിൽ അഖ്തഅഹ, ആ ഓത്ത് മുറിക്കണത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണ്, അപ്പോഴാണ് ഇത് തറക്കണത്. അപ്പോൾ ആ ഓത്ത് ആസ്വദിച്ച് ഓത്ത് തുടർത്തുമ്പോൾ ഇതേറ്റപ്പോൾ അത് മുറിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഇത് ഊരി വെച്ചിട്ട് പിന്നെ
ഓത്ത് തുടർത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ലൗല അന്നി ضيعت ثغرا أمرني رسول الله صلى الله عليه وسلم بحفظه ما قطعتها حتى أنفذها. അള്ളാഹുവിൻ്റെ റസൂൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട, സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഗുഹാമുഖം അല്ലെങ്കിൽ ഒരു മലയുടെ വായ്മുഖം, അത് സൂക്ഷിക്കാനാണ് റസൂൽ നിർത്തിയത്. അത് നഷ്ടപ്പെടുത്തുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഈ സൂറത്ത് തീരുന്നത് വരെ ഞാൻ ഒരിക്കൽ നിസ്കാരം മുറിക്കുമായിരുന്നില്ല. സൂറത്ത് തീരുന്നത് വരെ ഞാൻ ഈ നിസ്കാരം മുറിക്കുമായിരുന്നില്ല. അയാൾ എൻ്റെ ജീവൻ എടുത്താലും ശരി, അയാൾ എന്നെ ജീവൻ എടുത്താലും ശരി എന്ന് അബ്ബാദ് ഇബ്നു ബിശ്ർ അമ്മാർ ഇബ്നു യൂസുഫിനോട്, അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇതാണ് കറാമത്ത്, അള്ളാഹുവിൽ നിന്നുള്ള കറാമത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മുഖം, ഇസ്തിഖാമത്ത്. അത് ഏതൊരു പരീക്ഷണാവസ്ഥയിലും തുടരുക. വിശുദ്ധ ഖുർആൻ അറിഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിച്ച് പാരായണം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാകുക, ഓതി നിസ്കരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക, അതൊക്കെയാണ് ഇസ്തിഖാമത്ത്. അതൊരാൾക്ക് ലുസൂം തുടർച്ചയാണ് എങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ കറാമത്തിന് പാത്രീഭൂതനാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. നമ്മുടെ ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത്, ആ സഹാബത്തിൻ്റെ നിഴലുകളായി ജീവിച്ച താബിഈങ്ങൾ, അതേപോലെ ഇസ്ലാമിക ലോകത്തെ ഫുഖഹ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ, അതേപോലെ തന്നെ അഖീദയിലും മറ്റുമൊക്കെ നേതാക്കന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, അവരൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള കറാമത്ത് ലഭിച്ച മഹത്തുക്കളാണ്. അവർക്കൊക്കെ ദീനിൽ വലിയ മാതൃകകൾ കാഴ്ചവെക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, വലിയ സേവനങ്ങൾ കാഴ്ചവെക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇബാദത്തിൽ അവർ മാതൃകയായിരുന്നു, വിജ്ഞാനത്തിൽ അവർ മാതൃകയായിരുന്നു. അവരിലൂടെ ഉള്ള കറാമത്താണ് മുസ്ലിമീങ്ങൾക്ക് അനന്തരായി കിട്ടിയത്. പക്ഷേ ഇന്ന് അലക്കാതെ കുളിക്കാതെ നടക്കുന്നവർ, സുനനുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഇങ്ങോട്ട് ലോകം അനുഷ്ഠിച്ച് ആചരിക്കേണ്ട വെടുപ്പിൻ്റെയും വൃത്തിയുടെയും ശീലങ്ങളാണ് സുനനുൽ ഫിത്ര, 10 എണ്ണം. അതിൽ മീശ വെട്ടണം, താടി വളർത്തണം, ഈ കക്ഷരോമങ്ങൾ നീക്കണം, ഗുഹ്യ രോമങ്ങൾ നീക്കണം, ബുർജുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബറാജിം, ഈ വിരൽ ചുളിവുകളാണ്, വിരൽ സന്ധികളിലെ ചുളിവുകൾ വരെ വൃത്തിയാക്കണം. അതാണ് ഗസ്ലുൽ ബറാജിം. തഖ്ലീമുൽ അദാഫിർ, നഖങ്ങൾ വെട്ടണം. അതിൽ ഈ നഖം വെട്ടൽ, കക്ഷരോമം നീക്കൽ, ഗുഹ്യരോമം നീക്കൽ, ഇതൊന്നും 40 ദിവസത്തിലേറെ നീളാൻ പാടില്ല. അതിനു മുമ്പ് അത് ചെയ്യണം എന്നുള്ളതാണ് ഈ സുനനുൽ ഫിത്ര. അത് പഠിപ്പിക്കപ്പെട്ടു. അത് ഈ ശറയിൽ മാത്രമല്ല, എല്ലാ ശറയിലും. അതുകൊണ്ടാണ് അതിന് സുനനുൽ ഫിത്ര എന്നെ പേര്. ഹസ്ലത്തുൽ ഫിത്ര, സുനനുൽ ഫിത്ര. ഇതുപോലും അനുഷ്ഠിക്കാതെ, കുളിക്കാതെ, നനക്കാതെ, നാണം മറക്കാതെ നടക്കുന്ന ആളുകളൊക്കെ ഔലിയാക്കളായിട്ട് അവരോധിക്കപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ, തെരുവോരങ്ങളിൽ ഇങ്ങനെ വെടുപ്പും വൃത്തിയില്ലാതെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയ മനുഷ്യന്മാരെ ഔലിയാക്കളായി ചിത്രീകരിച്ചിട്ട് അവർക്ക് ചാര ഉണ്ടാക്കുക, അവിടങ്ങളിൽ നേർച്ചപൂരങ്ങൾ സംഘടിപ്പിക്കുക, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ചിലർ എല്ലാ സീമകളെയും ലംഘിച്ച് ഈ ഉലകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, ലോകത്തിൻ്റെ നിയന്താവ്, ഖുതുബുൽ ആലം, ലോകത്തിൻ്റെ അച്ചുതണ്ട്, ഔലിയായിൻ്റെ നേതാക്കന്മാർ, ഇങ്ങനെയൊക്കെ ഇത്തരം ആളുകളെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഈ അടിസ്ഥാനങ്ങൾ, ഇസ്ലാമിലെ സാങ്കേതിക സംജ്ഞകളെ, ശബ്ദങ്ങൾ, കറാമത്ത്, മുഅ്ജിസത്ത് പോലുള്ളതായ ഈ പദങ്ങൾ ഇത് അർത്ഥമാക്കുന്നത്, തേടുന്നത്, ഇതിൻ്റെ മാതൃകകൾ
മുസ്ലിം ഉമ്മത്തിൽ ഈ ആളുകൾക്ക് എന്താണ് അവരതിൽ പഠിച്ചിട്ടുള്ളത്, എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. നമ്മുടെ ദീനിൽ അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പറയേണ്ട സന്ദർഭങ്ങൾ ഉണ്ടല്ലോ, പ്രത്യേക സന്ദർഭങ്ങൾ. അത് ഒന്നാലോചിച്ച് നോക്കി. ദുൽഹജ്ജ് ആദ്യ 10 അല്ലാഹു അക്ബർ പറയും. കാരണം എന്താ? വർഷങ്ങളിലെ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ദിവസങ്ങളാണ് ദുൽഹജ്ജ് 10. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിൽ തന്നെ യൗമുൽ ഈദ് അൽ അക്ബർ, അല്ലെങ്കിൽ യൗമുൽ ഹജ്ജുൽ അക്ബർ, ദുൽഹജ്ജ് 10, പിന്നെ അയ്യാമു തശ്രീഖിൻ്റെ നാളുകളൊക്കെ തക്ബീർ പ്രത്യേകം പറയപ്പെട്ടു. കാരണം ഏറ്റവും വലിയ നാളുകൾ സമാൻ, അതിൽ അല്ലാഹു അക്ബർ ചൊല്ലണം. അതേപോലെ ഏറ്റവും വലിയ സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോൾ, റസൂലുള്ള ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അല്ലാഹു അക്ബർ. അതേപോലെ ഖൈബറിലേക്ക് പോയപ്പോൾ അല്ലാഹു അക്ബർ. സ്ഥലങ്ങൾ കാണുമ്പോൾ, വലിയ വ്യക്തികളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ ചില അവസ്ഥകൾ വരുമ്പോൾ അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു സഹാബി വന്നിട്ട് പറയുന്നത്, റസൂലെ ഞാൻ യാത്ര പോവുകയാണ്, അപ്പോൾ ഔസിനി, നിങ്ങളൊരു വസിയ്യത്ത് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ഇദാ സഅത്ത ഫകബ്ബിർ ഊസീക ബിത്തഖ്വല്ലാഹ്, ഊസീക ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിൽ തഖ്വയുള്ളവനാകണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. വത്തക്ബീറ ഇൻദ കുല്ലി സഈദിൻ, എല്ലാ കുന്ന് കയറുമ്പോഴും യാത്ര കയറ്റത്തിലാകുമ്പോഴും തക്ബീർ ചൊല്ലണം എന്ന് ഞാൻ പറയുകയാണെന്ന് പറയും. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, وجماع هذا أن التكبير مشروع عند كل أمر كبير من مكان أو زمان وحال أو رجال. തക്ബീർ എല്ലാ വലിയ കാര്യങ്ങളുടെയും സന്ദർഭത്തിൽ മശ്റൂആണ്. തക്ബീർ പറയണം. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാലമാകട്ടെ, സ്ഥലമാകട്ടെ, അവസ്ഥയാകട്ടെ, ആളുകളാകട്ടെ, മക്കാനാകട്ടെ, സമാനാകട്ടെ, ഹാലാകട്ടെ, റിജാലാകട്ടെ, ഒക്കെ തക്ബീർ പറയണം. എന്തിനാ? ഈ സൃഷ്ടികളിൽ വലിയത് നമ്മൾ അറിയുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ഇതല്ല ഏറ്റവും വലിയത് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം ഉറക്കാനാണ് അല്ലാഹു അക്ബർ പറഞ്ഞത്. ഈ ദുനിയാവിൽ ആരെ കാണുകയാണെങ്കിലും വലിയതാണെന്ന് നമുക്ക് തോന്നാൻ അല്ലാഹു അക്ബർ പറയണം. ഇതല്ല വലുത്, ഏറ്റവും വലുത് അള്ളാഹുവാണ്. അത് സ്ഥലങ്ങളിൽ, കാലങ്ങളിൽ, അവസ്ഥകളിൽ, വ്യക്തികളിലൊക്കെ അതാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, ലിതസ്തൗലിയ കിബ്രിയാഉഹു അലാ കിബ്രി ഫിൽ ഖുലൂബ് അലാ കിബ്രിയാഇ മാ സിവാഹു എന്നാണ്. അള്ളാഹുവിൻ്റെ വലിപ്പം മനുഷ്യ മനസ്സുകളിൽ അധികാരം നേടണം, ഉറക്കണം. അലാ കിബ്രിയാഉ മാ സിവാഹു, അള്ളാഹു ഒഴികെയുള്ളവയുടെ വലിപ്പത്തേക്കാൾ, അള്ളാഹു ഒഴികെയുള്ളതിൻ്റെ വലിപ്പത്തേക്കാൾ അള്ളാഹിൻ്റെ വലിപ്പം ഹൃദയത്തിൽ അധികാരം നേടാൻ, ഉറക്കാൻ, ഏത് വലുത് കണ്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നാണ് പറയുന്നത്. ശരി, ഇന്ന് ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ആളുകൾ വലിയവർ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു ഏറ്റവൻ വലിയവൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അല്ലാഹു അക്ബർ അല്ല. പിന്നെയോ ഇപ്പം ഞാനൊരു വയന്ന് കേട്ടു. ആ വയന്നിൽ ഈ പറയണത്, ഒരു മൂലര് പറയണത്, ഷെയ്ഖ് മടവൂർ അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവാണെന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെയാണ്. ഷെയ്ഖ് മടവൂരാണ് പടച്ചോൻ, പടച്ചവൻ എന്ന് പറയണമെങ്കിൽ, ഖാലിഖ് എന്ന് പറയണമെങ്കിൽ അത്തരം മനുഷ്യന്മാരുടെ കൽബിൻ്റെ തൊലിക്കട്ടി അത്രയും. ഏതെങ്കിലും ഒരു മതവിശ്വാസി അങ്ങനെ പറയുമോ? ഖാലിഖ് പിന്നെ ഇമ്മാരി ഒരു സൃഷ്ടിയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു ഏറ്റവും വലിയവൻ എന്നുള്ളത് നമ്മൾ മുഅ്ജിസത്ത് കാണുന്ന അവസ്ഥയിലും കറാമത്ത് അറിയുന്ന അവസരത്തിലും ഒക്കെ പറയണം. കാരണം എന്താ? ഇതൊക്കെ സൃഷ്ടിച്ചതും കഴിയുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇത് വലിയതാണ് എങ്കിൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയതാണ് ആര്? മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നുള്ളത് മനസ്സിൽ നമ്മുടേത് രൂഢമൂലമാകണം. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദീനിൽ ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അള്ളാഹു നമ്മളിൽ നിന്ന് ദൂരപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ മരണപ്പെടാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വരിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫ്വും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.